ശ്രീ എം പ്രകാശൻ, അനന്തുവിൻ്റെ തട്ടിപ്പ് സംസ്ഥാനം ഇതുവരെ കാണുന്നതിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ ചില നേതാക്കളുടെ പേരുകൾ ആദ്യം പുറത്തു വന്നപ്പോൾ അത് UDF നേതാക്കൾ പെട്ട ചിലരായിരുന്നു. നജീബ് കാന്തപുരത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അവിടേക്ക് പ്രതിഷേധം DYFI സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി പറയുന്നു പാർട്ടി ഫണ്ടിലേക്ക് അനന്തു പണം നൽകിയിട്ടുണ്ട്, അതല്ലാതെയും 25 ലക്ഷത്തിൻ്റെ ഒരു ആരോപണം അവിടെ ഉയരുന്നുമുണ്ട്. എന്താണ് ആ പ്രതികരണം? ഇതിൽ ഈ തട്ടിപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളും വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഈ ഇടപാടിൽ വലിയ നിലക്ക് പങ്ക് വഹിച്ചിട്ടുള്ളത് BJPയും കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളുടെ പിൻബലത്തോടെയും പങ്കാളിത്തത്തോടെയുമാണ് എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഈ അനന്തുവിൻ്റെ ഏറ്റവും അടുത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചെയർമാനായിട്ടുള്ള സൊസൈറ്റി ഫോർ ഇൻ്റിഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ സൈൻ അവരും അതുപോലെ തന്നെ ഇദ്ദേഹം ചെയർമാനായിട്ടുള്ള നാഷണൽ എഞ്ചിനീയേഴ്സ് കോൺഫെഡറേഷനും ചേർന്നാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പല സ്ഥലങ്ങളിലും ഒന്നിച്ചു നിന്നത് എന്നുള്ള കാര്യവും ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് പ്രതിയായിട്ട് വന്നിരിക്കുന്ന അനന്തുകൃഷ്ണൻ നേരത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന പ്രമീള ദേവിയുടെ PA ആയിരുന്നുവെന്നും അവർ മുഖേനയാണ് BJPയുമായി ബന്ധമുണ്ടാക്കിയത് എന്നുമുള്ള വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല ഇതിനെ എങ്ങനെയെങ്കിലും ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിനകത്ത് പങ്കാളിയായിട്ടുള്ള ആളുകളെയും ഇവരിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് സംഭാവന വാങ്ങിയിട്ടുള്ള ആളുകളെയും ഒരേപോലെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് സാധിക്കുക? ഇപ്പോൾ കേരളത്തിൽ ഏത് ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാലും അവരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടാവും, സംഖ്യയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. എന്നാൽ ഒരു തട്ടിപ്പിനകത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് തൻ്റെ അക്കൗണ്ടിലൂടെ അത് കൈമാറി ആളുകൾക്ക് വാഗ്ദാനം നൽകി അത് പാലിക്കാതിരിക്കുന്ന ആ പ്രശ്നത്തിനകത്ത് പങ്കാളികളായിട്ടുള്ള ആളുകളല്ലേ ഇതിലെ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകൾ. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇന്നയാളുമായി ബന്ധമുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ അനന്തു പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്താ? നരേന്ദ്രമോദിയും അദ്ദേഹവും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൃത്യമായ നിലക്ക് നമുക്ക് വേർതിരിച്ച് കാണാൻ വേണ്ടി കഴിയണം. ആരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്, ആരെല്ലാമാണ് അതിനെ സഹായിച്ചത്, ഈ തട്ടിപ്പിനകത്ത് യഥാർത്ഥത്തിൽ ആരാണ് ഇടപെട്ട് ഈ പണം തട്ടിയിരിക്കുന്നത്, ഇതാണ് ഗവൺമെൻറ് പരിശോധിക്കേണ്ടത്. അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPMോ ഒരു നിലയിലും ഈ തട്ടിപ്പുകാരെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഇതിനകം തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പുറത്തുവരുന്ന വിവരങ്ങൾ ആർക്കും അത്ര ശുഭസൂചന നൽകുന്നതല്ല. കാരണം അതിപ്പോൾ BJP നേതാക്കളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വരുന്നു, കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വരുന്നു. അപ്പോഴാണ് ഇടുക്കിയിൽ ചില നേതാക്കൾക്ക് കൃത്യമായി ഓരോ മാസവും തുക നൽകാറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നത്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് എന്ന് പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്, തനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്ന അദ്ദേഹം അഭിമാനത്തോടെ കൂടി പറയുന്നുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു CPM നേതാവും അങ്ങനെ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പല രൂപത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചിട്ടാണ് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെയാണ് വിശ്വാസ്യത ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അനന്തു കൃഷ്ണനും അയാളുടെ ഈ സംവിധാനവും. അപ്പോൾ അതിൽ CPMകാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? നവകേരള യാത്രയ്ക്കും സംഭാവന നൽകി എന്നാണ് പോലീസിന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് ഇതിലെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളെ കൂട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട പേരുകൾ, ഉദാഹരണത്തിന് ഇതിൽ ലീഗൽ അഡ്വൈസറാണെന്ന് പറയുന്നത് ലാലി വിൻസെൻ്റ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ 46 ലക്ഷത്തോളം രൂപ കടന്നുപോയി എന്നുള്ള കാര്യമാണ് ഇതിനെ വ്യക്തമാക്കപ്പെടുന്നത്. ആ നിലക്ക് ഉള്ള ഒന്നാണോ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും പരിപാടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ള കാര്യം? പരിപാടികൾക്ക് സംഭാവന സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരും വാങ്ങിയിട്ടോ കൊടുത്തിട്ടോ ഒക്കെ ഉണ്ടാവും. എന്നാൽ ഏതെങ്കിലും പരിപാടികൾക്ക് സംഭാവന വാങ്ങുന്നതും ആളുകളെ പറഞ്ഞ് പറ്റിച്ച് പണം വാങ്ങിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച് അതുപയോഗിച്ചുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നതും ഒരേ നിലക്ക് എങ്ങനെയാണ് വേണ്ടി കഴിയുക? ഞങ്ങൾ CPMനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. CPMൻ്റെ ഒരു നേതാവിനും
ഈ തട്ടിപ്പിനകത്ത് യാതൊരു പങ്കാളിത്തവുമില്ല. അങ്ങനെ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ ഒരു കാരണവശാലും CPM നിൽക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. രാജ്യത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിയും വന്നപ്പോൾ അത് വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു പാർട്ടിയാണ് CPM. അതിനെതിരായിട്ട് കേസ് കൊടുത്ത പാർട്ടിയാണ് CPM. അവിടെ ഞങ്ങൾ ഇത്തരക്കാരിൽ നിന്ന് ഏതെങ്കിലും നിലയിലുള്ള അവരുടെ ഈ തട്ടിപ്പിനകത്ത് പങ്കാളികളാവുക, അതിനവരെ സഹായിക്കുക, ഇത് ഒരു കാരണവശാലും CPMന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കർശനമായ നിലക്ക് ഇരകൾ ഇപ്പോൾ ഈ പറ്റിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ധാരാളം സാധാരണക്കാരാണ്. അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് ന്യായമായ നിലക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക, ഇതാണ് ആവശ്യമായിട്ടുള്ളത്. കുറ്റക്കാർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ച വേണമെന്ന് CPM ആവശ്യപ്പെടുന്ന പ്രശ്നമില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.